ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോം വേൾഡ് വിത്ത് SKS. ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡിലോട്ട് കടക്കുവാണ്. അതായത് അക്കൗണ്ട്സ് ഫോർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ്റെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത സബ്സ്ക്രിപ്ഷൻ്റെ ഫർദർ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ നിന്നും സബ്സ്ക്രിപ്ഷൻസ് എവിടെയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം റവന്യൂ റെസീപ്റ്റ് ആയിട്ട് അഥവാ റവന്യൂ നേച്ചറിലുള്ള ഒരു ഇൻകം ആയിട്ട് തന്നെ പരിഗണിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ രേഖപ്പെടുത്തി കാണുന്നതായിട്ട് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അറിയേണ്ടത് ഇത്തരം സബ്സ്ക്രിപ്ഷൻസിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഫർദറായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ പ്രസക്തി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആയിട്ട് അതിനെ മാറ്റി കറണ്ട് ഇയറിലെ ഇൻകം മാത്രമാക്കി അതിനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ അതിനോടൊപ്പം ചെയ്യേണ്ടതായിട്ട് വരും. അതെങ്ങനെയൊക്കെയാണ്, അതെന്തൊക്കെയാണ് ആ അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ളത് കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എപ്പിസോഡായിട്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ തരുന്ന സബ്സ്ക്രിപ്ഷൻസ് രണ്ട് രീതിയിൽ നമ്മുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്യപ്പെടാം. ഒന്നെന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻസ് ഒരു ലംസം എമൗണ്ട് ആയിട്ട് നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ റെസീപ്റ്റ് സൈഡിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. എന്താണ് ലംസം പേയ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തുകയായിട്ട് ആ തുകയിൽ പ്രീവിയസ് ഇയറിലെയോ നെക്സ്റ്റ് ഇയറിലെയോ കറണ്ട് ഇയറിലെയോ എത്ര ആണ് ആ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിൽ റെസീപ്റ്റ് പ്രത്യേകം എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കില്ല. ഒരു തുകയായിട്ട് മാത്രം ആ റെസീപ്റ്റ് സൈഡിലുള്ള തുക രേഖപ്പെടുത്തി കാണുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ലംസം പേയ്മെന്റ്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പ്രീവിയസ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ആ എമൗണ്ടിൽ ആ ലംസം എമൗണ്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റണം. അതുപോലെ നെക്സ്റ്റ് ഇയറിലത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ആ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ സ്ക്രീൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ മാത്രമാക്കി നമ്മൾ രേഖപ്പെടുത്തുന്ന ഒരു സമയത്താണ് ഈ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് സബ്സ്ക്രിപ്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തി കാണിക്കുന്നുണ്ട്. ഈ രണ്ടിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഞാൻ ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും നെക്സ്റ്റ് ഇയറിലെയും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പ്രത്യേകം എമൗണ്ട് ആയിട്ട് തന്നെ വിശദമായിട്ട് വ്യക്തമായിട്ടും തരംതിരിച്ചും നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിനെ കുറിച്ച് നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ സാഹചര്യത്തിൽ കറണ്ട് ഇയറിലെ ഇൻകം എത്രയാണെന്നുള്ളത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ല. എന്നാൽ പോലും കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉൾപ്പെടെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റ്സ് ആ സമയത്ത് നമ്മൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട സബ്സ്ക്രിപ്ഷനെ കുറിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് 3 മെത്തേഡ്സോളം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് ഫോം വരച്ച് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ എത്രത്തോളമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡാണ് അക്കൗണ്ട് ഫോം. ഒരു അക്കൗണ്ട് വരച്ച് ചില എൻട്രീസിലൂടെ പോസ്റ്റിംഗിലൂടെ അക്കൗണ്ടിന്റെ ബാലൻസിൽ നിന്നും സബ്സ്ക്രിപ്ഷൻ എത്രയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ മറ്റൊരു മെത്തേഡുണ്ട് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇൻകം എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ച് ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാനും ഉൾപ്പെടെയുള്ള 3 മെത്തേഡുകൾ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഈ 3 മെത്തേഡുകളെ കുറിച്ചുമുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ഞാൻ ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സബ്സ്ക്രിപ്ഷൻ എവിടെയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് മാത്രമേ നമ്മളിപ്പോൾ പ്രീവിയസ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അന്ന് ഞാൻ പറഞ്ഞു ഇതിന്റെ ഫർദർ അഡ്ജസ്റ്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ച് ഞാൻ വ്യക്തമാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബൾക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ നമ്മുടെ മുമ്പിൽ റെസീപ്റ്റ് സൈഡിൽ കാണിക്കുമ്പോൾ അതിൽ നിന്നും പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലെയും ഒക്കെ സ്ക്രീൻ ചെയ്ത് മാറ്റി കറണ്ട് ഇയറിലെ ഇൻകം മാത്രമായിട്ട് അതിനെ മാറ്റി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളെക്കുറിച്ചും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. എന്താണ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, എന്താണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അത് ക്ലോസിംഗ് ഡേറ്റിൽ തന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അത് ഓപ്പണിംഗ് ഡേറ്റ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് ഫോമിലൂടെയും ഈ അക്കൗണ്ട് ഫോർമാറ്റിലൂടെയും അതുപോലെ തന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഇക്വേഷൻ ഫോർമാറ്റിലൂടെയും നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് ഇൻകം ആയിട്ട് നമുക്ക് കണ്ടെത്തി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിന്റെ
വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ 2 മെത്തേഡുകൾ ഞാൻ ആദ്യം പറഞ്ഞു, 2 മെത്തേഡ്, അതായത് ലംസമായിട്ടും നമുക്ക് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് രേഖപ്പെടുത്തി കാണാം, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഇയർ വൈസ് ആയിട്ട് തരംതിരിച്ചും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിനെ കുറിച്ച് റെക്കോർഡ് ചെയ്ത് നമ്മുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്യാം. ഈ 2 സാഹചര്യങ്ങളിലും നമ്മൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. എൻട്രീസിനെ കുറിച്ചും കൂടി ഞാൻ ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പോർഷൻ, അതായത് ലംസം എമൗണ്ട് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ റിസീവ് ചെയ്തതായിട്ട് രേഖപ്പെടുത്തി കാണിക്കുമ്പോൾ അതിന്മേലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് 3 മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അക്കൗണ്ട് ഫോർമാറ്റിലും സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റിലും ഇക്വേഷൻ ഫോർമാറ്റിലൂടെയും നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് രേഖപ്പെടുത്താനുള്ള മാർഗം നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അത് മാത്രമായിട്ടാണ് ഫസ്റ്റ് ടോപ്പിക് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് രണ്ടാമത്തെ ഒരു എപ്പിസോഡായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു പോസ്റ്റിംഗ് കൂടെ ചെയ്യുന്നുണ്ട്. അത് സെക്കൻഡ് ടൈപ്പ്, അതായത് സെപ്പറേറ്റ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തതായിട്ട് നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തി കണ്ടു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഭാഗങ്ങളായിട്ടാണ് സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സിനെ ഞാൻ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അഥവാ നമ്മുടെ അക്കൗണ്ട്സ് ഫോർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. So let us move on to the topic. So here we are discussing an extension to the already discussed subscription item. That is, what are the adjustments to be made for finding out the current year income by way of subscription to be recorded in the income and expenditure account. How they are adjusted. Okay, thank you. സോ സ്റ്റുഡൻസ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിൻ്റെ അക്കൗണ്ട്സിൽ നമ്മൾ രേഖപ്പെടുത്തുന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. അതായത് പെക്യൂലർ ഐറ്റംസ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ ഡിസ്കഷൻ സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻകമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ ഇൻകം റവന്യൂ നേച്ചറായിട്ട് തന്നെ പരിഗണിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് അവർ രേഖപ്പെടുത്തി കാണിക്കുന്നത്. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അതാത് വർഷം ക്രെഡിറ്റ് ചെയ്ത് രേഖപ്പെടുത്തി കാണിക്കുന്ന തുക എന്ന് പറയുന്നത് അതാത് വർഷത്തെ ഇൻകമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്ന സബ്സ്ക്രിപ്ഷൻ ആയിരിക്കണം. അതായത് പ്രീവിയസ് ഇയറിലെയോ നെക്സ്റ്റ് ഇയറിലെയോ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കറണ്ട് ഇയറിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ we have to adjust that amount from the total receipt of subscription amount, and we have to find out the current year subscription only to record in the income and expenditure account. ആ രീതിയിൽ ഏതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സിലൂടെയാണ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിന്റെ കറണ്ട് ഇയറിലെ ഇൻകം കണ്ടുപിടിക്കേണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. We are trying to find out how the subscription is to be calculated for crediting income and expenditure account of a particular year. Normally സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 2 രീതിയിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ പ്രൊവൈഡ് ചെയ്യപ്പെടാം. അതിലൊന്ന് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ലംസം എമൗണ്ട് ആയിട്ടും നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ നിന്നും ലഭ്യമാകും. വാട്ട് ഈസ് ലംസം എമൗണ്ട്? ഒരു എമൗണ്ട് ആയിട്ട് തന്നെ കഴിഞ്ഞ വർഷത്തെയോ നെക്സ്റ്റ് ഇയറിലെയോ കറണ്ട് ഇയറിലെയോ ഒന്നും ഒരു സ്പ്ലിറ്റ് ഇല്ലാതെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാതെ ഒരു തുകയായിട്ട് തന്നെ അത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്നും കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ കണ്ടുപിടിക്കാൻ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ്സ്? അത് ഒന്ന്. സോ ദ ഫസ്റ്റ് സിറ്റുവേഷൻ ഹിയർ ഈസ് when the subscription amount is given in lump sum in the receipts and payments account. And the second situation is the subscription amount may be given separately for current year, previous year and succeeding year in the receipts and payments account. മറ്റു ചില സാഹചര്യങ്ങളിൽ ഇതേ സബ്സ്ക്രിപ്ഷൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റെസീപ്റ്റ് സൈഡിൽ നൽകപ്പെടുമ്പോൾ അത് പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും നെക്സ്റ്റ് ഇയറിലെയും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് മുമ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ കൈകാര്യം ചെയ്യുന്നത്? സോ ഈ 2 സാഹചര്യത്തിലുമുള്ള സബ്സ്ക്രിപ്ഷൻ വൈസ് ഉള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്
ഈസ് ഗിവൺ ഇൻ ലംസം. ഈ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ തന്നേക്കുന്ന തുക എന്ന് പറയുന്ന ഒരു ലംസം എമൗണ്ട് ആയിട്ടാണ്. ദാറ്റ് മീൻസ് അതിനകത്തൊരു സെപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് പ്രീവിയസ് ഇയറിലെ എത്ര, കറണ്ട് ഇയറിലെ അതിനകത്ത് എത്ര, നെക്സ്റ്റ് ഇയറിലെ എത്രയാണെന്നുള്ളത് നമുക്ക് വേർതിരിച്ചറിയാനായിട്ട് ഈ ഒരു തുകയിൽ നിന്നും സാധിക്കുന്നില്ല. സോ നമുക്കറിയാം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഹെഡിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും. The financial year ending date is 31st March 2015. So the starting date is 1/4/2014 to 31st March 2015. സോ ഈ കാലയളവിൽ റിസീവ് ചെയ്തേക്കുന്ന 50,200 എന്ന് പറയുന്ന ഈ സബ്സ്ക്രിപ്ഷൻ തുകയിൽ പ്രീവിയസ് ഇയറിലെ ഉൾപ്പെടാം, നെക്സ്റ്റ് ഇയറിലെ അഡ്വാൻസ് ഉൾപ്പെടാം, ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഫർദർ അഡ്ജസ്റ്റ്മെന്റ്സിൽ നിന്നും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു, 2014-15 എന്ന് പറയുന്ന കാലയളവിൽ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കറണ്ട് ഇയറിലെ ആക്ച്വൽ സബ്സ്ക്രിപ്ഷൻ വൈസ് കിട്ടിയ ഇൻകം മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തുകയായിട്ടുള്ള 50,200 നിന്നും പ്രീവിയസ് ഇയറിലെയോ നെക്സ്റ്റ് ഇയറിലെയോ സബ്സ്ക്രിപ്ഷൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സിൽ നിന്നും അത് കണ്ടെത്തി അതിനെ അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് നീക്കം ചെയ്ത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തി നമ്മൾ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ആക്കി മാറ്റുവാണ്. സോ ആ അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ റെസീപ്റ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് ഒരു ലംസം എമൗണ്ട് ആയിട്ട് തന്നെ വേർതിരിവില്ലാതെ തന്നെ ഒരു തുക സബ്സ്ക്രിപ്ഷൻ ആയിട്ട് രേഖപ്പെടുത്തി കണ്ടാൽ ആ എമൗണ്ടിൽ നിന്നും നമ്മൾ എങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റ്സിലൂടെ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇൻകം കണ്ടെത്തും എന്നതിനെ കുറിച്ചാണ്. അങ്ങനെ കണ്ടെത്തിയ തുകയാണ് കറണ്ട് ഇയറിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. സോ ലെറ്റ് us മൂവ് ടു ദ എക്സാമ്പിൾ. കറണ്ട് ഇയർ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1st April 2014 ടു കറണ്ട് ഇയർ ക്ലോസിംഗ് ഡേറ്റ് ഈസ് 31st March 2015. കറണ്ട് ഇയർ ആയിട്ടുള്ള 2014-15 സബ്സ്ക്രിപ്ഷൻ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലായിട്ടുള്ള 2013-14 സബ്സ്ക്രിപ്ഷൻ ഒരുപക്ഷെ ഈ വർഷം നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടാവാം. കഴിഞ്ഞ വർഷം കിട്ടേണ്ടിയിരുന്നത് ഈ വർഷം കിട്ടിയിട്ടുണ്ടാവാം. അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് ഇയർ ആയിട്ടുള്ള 2015-2016 അഡ്വാൻസ് സബ്സ്ക്രിപ്ഷനും ഒരുപക്ഷെ ഈ തുകയിൽ നമുക്ക് ഉൾപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അഡ്ജസ്റ്റ്മെന്റ്സിൽ നിന്നും നമ്മൾ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിച്ച് പ്രീവിയസ് ഇയറിലെയും നെക്സ്റ്റ് ഇയറിലെയും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കറണ്ട് ഇയറിലെ, അതായത് 2014-15 എന്ന് പറയുന്ന ഇയറിലെ മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കാൻ. അതിലേക്കായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2013-14 ആണ്. നമുക്കത് ഇതിൽ നിന്നും നീക്കം ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുപോലെ നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2015-16 ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് ഫൈനലൈസ് ചെയ്തെടുക്കേണ്ട തുക എന്ന് പറയുന്നത് ഈ 50-200 എന്ന് പറയുന്ന ടോട്ടൽ ലംസം എമൗണ്ട് ആയിട്ട് തന്നേക്കുന്ന സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിൽ കറണ്ട് ഇയർ ആയിട്ടുള്ള 2014-15 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറിലെ സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്ന് കണ്ടെത്തി അതിനെ മാത്രം കണ്ടുപിടിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് അഥവാ ഇൻകം സൈഡിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരും, അഥവാ രേഖപ്പെടുത്തി കാണിക്കേണ്ടതായിട്ട് വരും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ വി വിൽ നൗ ലുക്ക് ഇൻ ടു ദ ട്രീറ്റ്മെന്റ് റിഗാർഡിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ ലംസം. സോ എങ്ങനെയാണ് അത് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യാൻ നോക്കാം. പ്രധാനപ്പെട്ട 3 മെത്തേഡുകളിലൂടെയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് ആസ് യൂഷ്വൽ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോമാണ്. സ്റ്റേറ്റ്മെന്റ് വരച്ച് അതിലൂടെ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ കണ്ടെത്തുന്ന ഒരു രീതിയാണ് സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറയുന്നത്. ആൻഡ് ദ മെത്തേഡ് 2 ഈസ് പ്രിപ്പയറിംഗ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് വരച്ച് അക്കൗണ്ടിലൂടെ ആ ബാലൻസിലൂടെ നമ്മൾ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ കണ്ടെത്തുന്ന ഒരു രീതിയാണ് അക്കൗണ്ട് ഫോർമാറ്റ്. ആൻഡ് ദ തേർഡ് മെത്തേഡ് ഈസ് ഇക്വേഷൻ ഫോം. ദാറ്റ് ഈസ് through deriving an equation and applying that equation we have to find out the subscription income of the current year to be credited to income and expenditure account. അപ്പോൾ ഈ 3 മെത്തേഡ് നിങ്ങൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. സോ ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഫോം, ദ സെക്കൻഡ് വൺ ഈസ് അക്കൗണ്ട് ഫോം ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇക്വേഷൻ ഫോം.
All the above methods are used or applied to find out how much of subscriptions received during the year should have to be shown as subscription income of the current year after adjustments in income and expenditure on. മേൽ പറഞ്ഞ ഈ 3 മെത്തേഡിൻ്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഈ 3 മെത്തേഡും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്ത് കണ്ടുപിടിക്കാൻ തന്നെയാണ്, കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷനായിട്ട് എത്ര രൂപയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകമായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഫസ്റ്റ് മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ഫോം നമുക്കൊന്ന് പരിചയപ്പെടാം. ഹൗ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ to be credited to income and expenditure account relating to the current year if it is received in lump sum and it is provided in the receipts and payments account. Okay, so statementലൂടെ നമ്മൾ എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. In this method we have to prepare a statement of subscription. As already I have said, ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയിട്ടാണ് നമ്മളിത് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. All the transactions relating to subscriptions provided should be entered in the statement. സബ്സ്ക്രിപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും എല്ലാ ഇടപാടുകളെയും നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് ഉൾക്കൊള്ളിച്ച് ആ സ്റ്റേറ്റ്മെന്റിലൂടെയാണ് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ സ്ക്രീൻ ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. റിസൾട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം ദി സ്റ്റേറ്റ്മെന്റ്, ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്ന ഫിഗർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സബ്സ്ക്രിപ്ഷൻ വിച്ച് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദ credit side of income and expenditure account as the current year income from subscription. Clear ആയല്ലോ? അപ്പോൾ സ്റ്റേറ്റ്മെന്റിലോട്ട് കിടക്കാം. സോ വി വിൽ മൂവ് ഓൺ ടു ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്. അതിനു മുമ്പ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പാകത്തിന് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. സബ്സ്ക്രിപ്ഷൻസായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് കറണ്ട് ഇയറിൽ ടോട്ടലായിട്ട് എത്ര രൂപ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ ഇൻകം ആയിട്ടല്ല, കറണ്ട് ഇയറിൽ മൊത്തം സബ്സ്ക്രിപ്ഷനായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്ന തുക. അതെവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ എമൗണ്ട് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ചു മുമ്പ് നമ്മൾ കണ്ട ഉദാഹരണത്തിൽ കാണിച്ച പോലെ തന്നെ ലംസം എമൗണ്ട് ആയിട്ട് ഒരു തുക രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് കറണ്ട് ഇയറിലെ ടോട്ടൽ എമൗണ്ട് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്ത സബ്സ്ക്രിപ്ഷൻ വൈസ് എമൗണ്ട് ആണ്. കറണ്ട് ഇയറിലെ ഇൻകം അല്ല, കറണ്ട് ഇയറിലെ ടോട്ടൽ എമൗണ്ട് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്ത സബ്സ്ക്രിപ്ഷൻ ഇനത്തിലുള്ള തുകയാണ്. ആ തുകയിൽ പ്രീവിയസ് ഇയർ ഉൾപ്പെടാം, നെക്സ്റ്റ് ഇയർ ഉൾപ്പെടാം, കറണ്ട് ഇയർ ഉൾപ്പെടാം. സോ ഇങ്ങനെ ഒരു തുകയാണ് ഒന്നാമതായിട്ട് സബ്സ്ക്രിപ്ഷൻ വൈസ് നമുക്ക് മുമ്പിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ നമ്പർ 1. അത് കിട്ടുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ നിന്നുമാണ്. So that is the first point to be noted regarding subscription. The second point is subscription outstanding as on the opening date. Opening dateൽ സബ്സ്ക്രിപ്ഷൻ എത്ര രൂപ കിട്ടാനുണ്ടായിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്നുള്ള ഇൻഫർമേഷനും നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് പോയിന്റ്. ദ തേർഡ് പോയിന്റ് ഈസ് സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ എത്ര രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, കിട്ടാനുണ്ട്, ആ ഒരു ഇൻഫർമേഷനും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. Then fourth point is subscriptions received in advance as on the opening date. സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ എത്ര രൂപ മുൻകൂർ കൈപ്പറ്റിയിട്ടുണ്ട്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടായിരുന്നു, അത് ഓപ്പണിംഗ് ഡേറ്റിലെ ഇൻഫർമേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്. കറണ്ട് ഇയറിൽ ക്ലോസിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻസ് ഇതുപോലെ തന്നെ എത്ര രൂപ മുൻകൂർ മേടിച്ചിട്ടുണ്ട്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചും ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം അറ്റ് എ ടൈം ഒരു ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തി കാണിക്കണം എന്നില്ല. വരാൻ സാധ്യതയുള്ള സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സോ അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നത്? ഒന്ന്, ഈ വർഷം ടോട്ടലായിട്ട് റിസീവ് ചെയ്ത ലംസം എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ വിച്ച് ഈസ് അവൈലബിൾ ഫ്രം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. 2, സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ്, സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്, സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഇത്രയും ഇനങ്ങളിൽ നിന്നാണ്, ഇത്രയും ഇനങ്ങളെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ടോട്ടൽ ലംസം സബ്സ്ക്രിപ്ഷനിൽ നിന്നും കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ സ്ക്രീൻ ചെയ്ത് കണ്ടെത്തി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് രേഖപ്പെടുത്തി കാണിക്കാൻ പോകുന്നത്.
ക്ലിയർ? സ്റ്റേറ്റ്മെന്റ് മെത്തേഡിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്ഷൻസ് ആയിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ 50,200 റുപ്പീസ് ലംസമായിട്ട് രേഖപ്പെടുത്തി കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല ഈ തുകയിൽ പ്രീവിയസ് ഇയറിലെ ഉണ്ടോ, കറണ്ട് ഇയറിലെ ഉണ്ടോ, നെക്സ്റ്റ് ഇയറിലെ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് എന്നും അത് കണ്ടെത്തി അത് നമ്മൾ സ്റ്റേറ്റ്മെന്റിലൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. So it is the amount received during the year. As we have already said, the first point, subscription received during the year, receipts and payments അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ ബൾക്ക് എമൗണ്ട് ആയിട്ട് ലംസം എമൗണ്ട് ആയിട്ട് രേഖപ്പെടുത്തി നമ്മുടെ മുമ്പിൽ കാണും. ഈ എമൗണ്ട് റിസീവ് ചെയ്തേക്കുന്നത് 2014-15 കാലയളവിലാണ്. ടോട്ടൽ എമൗണ്ട് ഈ വർഷം റിസീവ് ചെയ്തതായിട്ട് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ലഭ്യമായ തുകയാണ് 50,200. സോ ഇതിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് ഉണ്ടാവും. കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്ന ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഒരുപക്ഷെ ഈ തുകയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം, അതായത് ഈ വർഷം കിട്ടിയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അത് ഉൾപ്പെടും. സോ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ദ ഓപ്പണിംഗ് ഡേറ്റ് ഈസ് 1/4/2014. ആ ദിവസം നമ്മുടെ ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് നൽകിയിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആണ് ഈ പറയുന്നത്. അതും ഒരുപക്ഷെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകാം. ആൻഡ് ദാറ്റ് സബ്സ്ക്രിപ്ഷൻ റിലേറ്റ്സ് ടു 2013-14 കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആയിരിക്കും ഒരുപക്ഷെ ഈ വർഷം നമ്മൾ റിസീവ് ചെയ്തതും ഈ തുകയിൽ ഉൾപ്പെട്ടു പോയേക്കുന്നതും. സോ 1/4/2014 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു ഫിഗർ ഉണ്ടെങ്കിൽ ആ തുക എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടേണ്ടിയിരുന്ന തുകയാണ്. ആ കിട്ടേണ്ട കുടിശ്ശിക ഈ വർഷം നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 50,200 അതും കൂടെ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. സോ 1/4/2014 ഔട്ട്സ്റ്റാൻഡിങ്ങിൽ കിടക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു 2013-14 ആണ്. ദാറ്റ് ഈസ് നോട്ട് റിലേറ്റിംഗ് ടു ദ കറണ്ട് ഇയർ. കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയാണ് ഈ വർഷം നമുക്ക് കിട്ടിയേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഇനത്തിൽ ഈ വർഷം ലഭ്യമായ തുക ഈ 50,200 ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ we have to deduct that amount. Why? Because that amount relates to the previous year 2013-14. അപ്പോൾ 1/4/2014 സബ്സ്ക്രിപ്ഷൻ വൈസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമ്മുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തുക സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം, അതായത് 2013-14 കിട്ടേണ്ടിയിരുന്ന ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആണ്. അതൊരു പക്ഷേ ഈ വർഷം നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിസീപ്റ്റ് എന്ന് പറയുന്ന തുക ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്നും we have to deduct. കാരണം it does not belongs to the current year. Instead it relates to previous year, that is 2013-14 ആണ്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റിലും ഇതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫിഗർ തന്നിട്ടുണ്ടാകാം. ആൻഡ് ദാറ്റ് എമൗണ്ട് ഡിനോട്ട്സ് ദ ക്ലോസിംഗ് ഡേറ്റ്, ദാറ്റ് ഈസ് 31/3/2015. കറണ്ട് ഇയറിലെ ക്ലോസിംഗ് ഡേറ്റിലാണ്. സോ തീർച്ചയായിട്ടും ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള തുകയായിട്ട് തന്നെ നമുക്ക് അതിനെ കണക്കാക്കാം. ഇറ്റ് ബിലോങ്സ് ടു 2014-15 ഇറ്റ് സെൽഫ്. സോ അങ്ങനെ വരുമ്പോൾ ഈ വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷന്റെ ഒപ്പം ഈ വർഷം കിട്ടാനുള്ള ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് ക്വസ്റ്റ്യനിലെ ഇൻഫർമേഷൻ ഇന്ന് ലഭ്യമായിട്ടുണ്ടാവും. അതും കൂടി നമ്മൾ ഈ 50,200 എന്ന് പറയുന്ന ലംസം എമൗണ്ടിന്റെ ഒപ്പം ആഡ് ചെയ്താണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതായത് കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് റിസീവ് ചെയ്ത തുകയോടൊപ്പം ഈ എമൗണ്ടും കൂടി ആഡ് ചെയ്ത് കാണിക്കുക. ഇൻകം റിസീവ്ഡിനോടൊപ്പം ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി ഓപ്പണിംഗ് ഡേറ്റിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് ഓപ്പണിംഗ് ഡേറ്റ് എന്നായിരുന്നു 1/4/2014. സോ 1/4/2014 സബ്സ്ക്രിപ്ഷൻ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയിട്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു തുക നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുക. 1/4/2014 റിസീവ് ചെയ്ത തുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ള പേരിൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തിയിട്ടേക്കുന്ന തുകയാണ്. സോ മുൻകൂർ മേടിച്ച ആ തുക ഏത് വർഷത്തെ തന്നെ ആയിരിക്കാം. ഇറ്റ് ബിലോങ്സ് ടു ദ കറണ്ട് ഇയർ, ദാറ്റ് ഈസ് 2014-15 കഴിഞ്ഞ വർഷം, അതായത് 2013-14 മുൻകൂർ കൈപ്പറ്റിയ തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കറണ്ട് ഇയർ ആയിട്ടുള്ള 2014-15 സബ്സ്ക്രിപ്ഷൻ തന്നെയാണ്. സോ തീർച്ചയായിട്ടും ആ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഇയറിലെ ഇൻകം പരിഗണിക്കാനായിട്ട് ആഡ് ചെയ്ത് കാണിക്കാവുന്നത് തന്നെയാണ്. സോ ആ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈ വർഷത്തെ ഇൻകം ആയിട്ട് നമുക്ക്
ആഡ് ചെയ്യാം. ആൻഡ് വെൻ ദ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ഗിവൺ ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. വാട്ട് ഈസ് ദ ക്ലോസിംഗ് ഡേറ്റ്? 31/3/2015 ആണ് ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്ന 2015 31st മാർച്ചിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് എവിടെ, ഏത് ഇയറിലായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ദാറ്റ് വിൽ ഡിനോട്ട് ദ സബ്സ്ക്രിപ്ഷൻ ഓഫ് നെക്സ്റ്റ് ഇയർ, ദാറ്റ് ഈസ് 2015-16. സോ അടുത്ത വർഷത്തെ സബ്സ്ക്രിപ്ഷനാണ് ഈ വർഷം നമ്മൾ ക്ലോസിംഗ് ഡേറ്റിൽ തന്നേക്കുന്ന റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന എമൗണ്ട്. സോ ദാറ്റ് എമൗണ്ട് ഡിനോട്ട്സ് ദ നെക്സ്റ്റ് ഇയർ എമൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. സോ അങ്ങനെ റിസീവ് ചെയ്ത തുക 50,200 എന്ന് പറയുന്ന ലംസം എമൗണ്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ we have to remove that amount to make it the current year income. അപ്പോൾ ഈ വർഷത്തെ ഇൻകം ആയിട്ട് അതിനെ പരിഗണിക്കാൻ പറ്റില്ല. അത് അടുത്ത വർഷത്തെ മുൻകൂർ കൈപ്പറ്റിയിരിക്കുന്ന തുകയാണ്. അതിനെ ഈ വർഷത്തെ റെസീപ്റ്റിൽ നിന്നും നമ്മൾ റെഡ്യൂസ് ചെയ്ത്, അതായത് മൈനസ് ചെയ്ത് കാണിക്കുക. സോ അഡ്ജസ്റ്റ്മെന്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കറണ്ട് ഇയറിൽ ടോട്ടൽ ലംസം എമൗണ്ട് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്ത തുകയിൽ നിന്നും ഏതൊക്കെയാണ് ഡിഡക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? Subscription outstanding as on the opening date, less ചെയ്യുക because it belongs to the previous year 2013-14. Subscription outstanding as on the closing date add ചെയ്യുക because it belongs to the current year 2014-15 itself. Received in advance as on opening date ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക because കഴിഞ്ഞ വർഷം മുൻകൂർ കൈപ്പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തെ ഇൻകത്തിൻ്റെ ഒപ്പം ആഡ് ചെയ്യേണ്ടത് തന്നെയാണ്. ഈ വർഷത്തെ ഇൻകമാണ് കഴിഞ്ഞ വർഷം മുൻകൂർ മേടിച്ചേക്കുന്നത്. കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്താതിരുന്ന എമൗണ്ടിനെ ഈ വർഷത്തെ ഇൻകമായിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷനായിട്ട് പരിഗണിക്കാം. സോ വി ഹാവ് ടു ആഡ് ദാറ്റ് എമൗണ്ട് ഓൾസോ. ദെൻ അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നൊരു ഇനം ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അടുത്ത വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ മുൻകൂർ നമ്മൾ ഈ വർഷം കൈപ്പറ്റിയതാണ്. അത് അടുത്ത വർഷത്തെ ഇൻകമായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ബൾക്ക് അല്ലെങ്കിൽ ലംസം എമൗണ്ടിൽ നിന്നും അടുത്ത വർഷത്തെ ഈ മുൻകൂർ തുക മേടിച്ചേക്കുന്നത് മൈനസ് ചെയ്ത് കാണിക്കുക, ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുക. സോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരയ്ക്കും നോക്കാം. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ടു ബി പ്രിപ്പയർഡ് ബൈ giving the heading statement showing amount of subscription to be credited to income and expenditure account, and the statement will start with amount of subscription received during the year. current yearൽ എമൗണ്ട് റിസീവ് ചെയ്തതിനെ നമ്മൾ സ്റ്റാർട്ടിംഗ് ഫിഗർ ആയിട്ട് എടുക്കും. അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നമ്മൾ കണ്ട റെസിപ്റ്റ് സൈഡിൽ കണ്ട ആ ലംസം എമൗണ്ട് ആണ് സ്റ്റേറ്റ്മെന്റിൽ സ്റ്റാർട്ടിംഗ് ഫിഗർ ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. അതിൻ്റെ ഒപ്പം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്, രണ്ട് കാര്യങ്ങൾ ഡിഡക്റ്റ് ചെയ്യാനും ഉണ്ട്. ആഡ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ആദ്യം സ്റ്റേറ്റ്മെന്റിൽ അറ്റാച്ച് ചെയ്യാം. 1, we have to add the subscription outstanding as on the closing date. അത് നമ്മൾ ആഡ് ചെയ്യുന്നു. The second item to be added is subscription received in advance as on opening date. അതും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അതായത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് പരിഗണിക്കാൻ സാധിക്കുന്ന മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മൾ ഈ വർഷത്തെ ഇൻകത്തിൻ്റെ ഒപ്പം പരിഗണിക്കാൻ വേണ്ടി അതിനോടൊപ്പം ആഡ് ചെയ്ത് തന്നെ കാണിക്കുവാണ്. ഈ കിട്ടുന്ന ടോട്ടൽ എമൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ട രണ്ട് ഐറ്റം ഏതൊക്കെയാ? ഒന്ന്, we have to deduct the subscription outstanding as on the opening date. Why it is to be deducted? Because it belongs to the previous year ആണ്. ആ പ്രീവിയസ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നതാണ് ഈ വർഷം നമുക്ക് കിട്ടിയേക്കുന്നതെങ്കിൽ അത് ഈ വർഷത്തെ ഇൻകമായിട്ട് പരിഗണിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ കിട്ടിയ തുകയിൽ നിന്നും അതിനെ റിമൂവ് ചെയ്യണം, അതായത് ലെസ് ചെയ്യണം. So that should be deducted. And the next item to be deducted is subscription received in advance as on the closing date. Why it is to be deducted? Because received in advance closing date ആയതുകൊണ്ട് അത് ഡിനോട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ മുൻകൂർ കൈപ്പറ്റിയതായിട്ടാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ കിട്ടിയ തുകയിൽ നിന്നും ആ എമൗണ്ടിനെ നമ്മൾ മൈനസ് ചെയ്യുക. സോ അതും കൂടി മൈനസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് റിസൾട്ട് ആണ്. സ്റ്റേറ്റ്മെന്റ് റിസൾട്ട് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഡിനോട്ട്സ് ദ സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആസ് കറണ്ട് ഇയർ ഇൻകം. സോ ദാറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇതാണ് ഇൻകം സൈഡിൽ നമ്മൾ പരിഗണിക്കേണ്ട കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇൻകം എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പോൾ ഈ വർഷം കിട്ടിയ തുകയോടൊപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്തു. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ്. ആ കിട്ടിയ ടോട്ടൽ ഫിഗറിൽ നിന്നും
we have to deduct subscription outstanding as on the opening date as well as subscription received in advance as on the ക്ലോസിംഗ് ഡേറ്റ്. ഇത് രണ്ടും കൂടെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്ന ഫിഗർ ആണ് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. സോ ഈ രീതിയിലാണ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ എവിടെയാണ് രേഖപ്പെടുന്നതെന്ന് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിൽ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ വ്യക്തമാക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലോട്ട് കിടക്കാം. ദ സെക്കൻഡ് ഫോം ഈസ് അക്കൗണ്ട് ഫോം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. ആ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തിയ പോലെ തന്നെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെയ്യുന്ന തുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ട സബ്സ്ക്രിപ്ഷനെ സൂചിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ദ അക്കൗണ്ട് ബാലൻസ് വിൽ ഡിനോട്ട് ദ സബ്സ്ക്രിപ്ഷൻ ടു ബി ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആസ് ദ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ഫോർ ദ കറണ്ട് ഇയർ. സോ ദിസ് ഇസ് ദ അക്കൗണ്ട് ഫോർമാറ്റ്. അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് എൻട്രി ചെയ്ത് നോക്കാം. Account is as usually prepared in T format and given the name subscription account. ആദ്യമായിട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നും റെസിപ്റ്റ് സൈഡിൽ ലംസം എമൗണ്ട് ആയിട്ട് നമ്മുടെ കൈവശം സബ്സ്ക്രിപ്ഷൻ ആയിട്ട് കിട്ടിയ എമൗണ്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു സബ്സ്ക്രിപ്ഷൻ. സോ ബൈ ബാങ്ക് എന്നുള്ള രീതിയിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലെ എമൗണ്ട് നമ്മൾ രേഖപ്പെടുത്തി കാണിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഓൾറെഡി നമ്മൾ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം പഠിച്ച കൂട്ടത്തിൽ അതിനകത്ത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞ അതേ മാതൃക തന്നെ നമുക്ക് ഇവിടെയും സ്വീകരിക്കാം. ഇവിടെ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻകം എന്ന് പറയുന്ന അക്കൗണ്ടിനെ സൂചിപ്പിക്കുന്നതാണ്. സോ ആ ഇനത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു അസറ്റിനെ വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ ഇനത്തിലുള്ള ഒരു ഇൻകത്തിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിനോട്ട്സ് എ ലയബിലിറ്റി ഓൾസോ. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ അക്കൗണ്ടാണ്. ആ ഇൻകം അക്കൗണ്ടിൽ ഔട്ട്സ്റ്റാൻഡിങ് വന്നാൽ അത് അസറ്റിനെ സൂചിപ്പിക്കുന്നു. അത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ അത് ലയബിലിറ്റിയും സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ രേഖപ്പെടുത്താം. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഇൻകം ഔട്ട്സ്റ്റാൻഡിങ്ങിനെ സൂചിപ്പിക്കുന്നു. ഓപ്പണിംഗ് ഡേറ്റിലത് ആ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് അതൊരു അസറ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കുന്നു. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്താനായിട്ട് നിങ്ങൾ ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷന്റെ ക്ലോസിംഗ് ഡേറ്റിലുള്ള ഫിഗർ അപ്പോൾ ഏത് സൈഡിൽ വരും? ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷന്റെ ക്ലോസിംഗ് ഡേറ്റിലുള്ള ഫിഗറിനെ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കുക. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഇൻകത്തിന്റെ അക്കൗണ്ടിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഒരു അസറ്റിനെ സൂചിപ്പിക്കുന്നു. ആ അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസിനെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. അതേ അസറ്റ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസിനെ ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തിയതായിട്ട് പരിഗണിക്കും. ഇനി നമുക്കുള്ളത് സബ്സ്ക്രിപ്ഷന്റെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ലയബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. കാരണം ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള നിലയിലുള്ള ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി കാണിക്കുക. അതിൻ്റെ തന്നെ ക്ലോസിംഗ് ഡേറ്റുള്ള ഫിഗറിനെ ലയബിലിറ്റിയുടെ ക്ലോസിംഗ് ബാലൻസ് എവിടെയാണോ കാണിക്കുന്നത് അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി കാണിക്കുക. സോ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് ഈസ് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ആൻഡ് ഇറ്റ്സ് ബാലൻസ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് വിൽ ഹാവ് ടു ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്. സോ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഒന്ന് നോക്കിക്കേ. അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഡേറ്റിലുള്ളത് ക്രെഡിറ്റ് ചെയ്തു. അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ഡേറ്റിലുള്ളത് ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഡേറ്റിലുള്ളത് ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ഡേറ്റിലുള്ളത് ക്രെഡിറ്റ് സൈഡിലും കാണിച്ചു. റിസീവ്ഡ് ആയിട്ട് ഉള്ള റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ബാലൻസിനെ നമ്മൾ ബൈ ബാങ്ക് എന്നുള്ള നിലയിൽ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തിയും കാണിച്ചു. സോ ഈ രീതിയിലാണ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിൽ മേൽ പറഞ്ഞ ഇനങ്ങളെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ അക്കൗണ്ടിനെ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് ആയിട്ട് ഡെബിറ്റ് സൈഡിൽ ഡിഫറൻസ് വരുന്നതിനെ വി ഹാവ് ടു ട്രാൻസ്ഫർ ദാറ്റ് എമൗണ്ട് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദാറ്റ് ഈസ് ദ ബാലൻസിങ് ഫിഗർ.
and it denotes the subscription income relating to the current year which is to be credited to income and expenditure account. Entry is subscription account debtor to income and expenditure account. So income and expenditure account ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ തുകയാണ് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമുക്ക് ഇൻകം ആയിട്ട് കാണിക്കേണ്ട തുക എന്ന് പറയുന്നത്. സോ ഈ അക്കൗണ്ട് ഫോർമാറ്റിനെ ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ച് കാണിക്കുവാണ്. നമ്മൾ അതിനകത്ത് റിസീവ് ചെയ്ത തുക ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് എന്നുള്ള പേരിൽ രേഖപ്പെടുത്തി, വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഡേറ്റിലുള്ളത് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ഡേറ്റിലുള്ളത് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി. അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഡേറ്റിലുള്ളത് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി. അതുപോലെ തന്നെ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ഡേറ്റിലുള്ളത് ഡെബിറ്റ് സൈഡിലും രേഖപ്പെടുത്തി കാണിച്ചു. അക്കൗണ്ടിലെ രേഖപ്പെടുത്തൽ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഒരു ഇൻകം അക്കൗണ്ടാണ്. ഇൻകത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് വന്നാൽ അത് അസറ്റിനെ സൂചിപ്പിക്കുന്നു. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വന്നാൽ അത് ലയബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. ആ രീതിയിൽ കണ്ടുകൊണ്ടാണ് ഓരോ ഇനത്തിലുമുള്ള ഓപ്പണിംഗ് ഡേറ്റിലെയും ക്ലോസിംഗ് ഡേറ്റിലുള്ളയും ഇൻഫർമേഷൻസ് നമ്മൾ രേഖപ്പെടുത്താനായിട്ട്. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ഫോളോ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ഈ അക്കൗണ്ടിലൂടെയും കൂടി ഒന്ന് പാലിക്കപ്പെടുന്നുണ്ടോ നോക്കാം. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ആരംഭിച്ചത് എങ്ങനെയായിരുന്നു? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നും ഈ വർഷത്തെ ടോട്ടൽ എമൗണ്ട് റിസീവ് ചെയ്തത് വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആരംഭിച്ചു. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊന്ന് ചിന്തിക്കാം. ബൈ ബാങ്ക് എന്നുള്ള പേരിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ നിന്നും ലംസം എമൗണ്ട് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത ഈ തുകയിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം നമ്മൾ അടുത്ത ആഡ് ചെയ്യേണ്ട തുക എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. Then along with these two figures we have to add the advance subscription as on the opening date. ഈ മൂന്ന് കാര്യങ്ങളും കൂടി ആഡ് ചെയ്താണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണിച്ചത്. ഇനി ഈ കിട്ടുന്ന ടോട്ടൽ ഫിഗറിൽ നിന്നും we have to deduct the other two items, that is we have to less the first item outstanding subscription as on the opening date, and then we have to deduct the advance subscription as on the closing date. ശരിയല്ലേ? സ്റ്റേറ്റ്മെന്റ് വരച്ച് നമ്മൾ കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ കണ്ടുപിടിച്ചപ്പോഴും ഇതേ രീതി തന്നെയാണ് നമ്മൾ അവിടെയും ഫോളോ ചെയ്ത് കറണ്ട് ഇയറിൽ റിസീവ് ചെയ്ത ടോട്ടൽ സബ്സ്ക്രിപ്ഷനോടൊപ്പം നമ്മൾ ഏതൊക്കെ ആഡ് ചെയ്ത് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് ആഡ് ചെയ്തു, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ആഡ് ചെയ്തു, അതിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് ലെസ് ചെയ്തു, പിന്നെ ലെസ് ചെയ്തത് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ ക്ലോസിംഗ് ഡേറ്റുമാണ്. ആൻഡ് ദ റിസൾട്ടന്റ് ഫിഗർ വിൽ ബി the income from subscription to be transferred to income and expenditure account, that is to be recorded on the credit side of income and expenditure account. So statement ഫോമിലൂടെയും അക്കൗണ്ട് ഫോർമാറ്റിലൂടെയും കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കേണ്ട തുക കണ്ടെത്തുന്ന രീതി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ രീതിയും കൂടി ഒന്ന് പരിചയപ്പെടാം. ദാറ്റ് ഈസ് ഇക്വേഷൻ ഫോം. And what is equation? Here we have to derive an equation to find out the income from subscription during the current year to be credited to income and expenditure account. ഇക്വേഷനിൽ നമ്മൾ ഓരോ ഇനങ്ങൾക്കും ഒരു ആൽഫ ന്യൂമറിക്കൽ കോഡ് നമ്മൾ അലോട്ട് ചെയ്യുകയാണ്. അതായത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട രേഖപ്പെടുത്തേണ്ട ഇനങ്ങൾക്കെല്ലാം ഒരു കോഡ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ഇക്വേഷൻ ഫോർമാറ്റിലോട്ട് മാറ്റുവാണ്. ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, ലെസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ പൂർത്തീകരിക്കാനും സാധിക്കും. നമുക്ക് നോക്കാം. The result obtained by applying the equation denotes the subscription income of the current year which is to be taken to the credit side of income and expenditure account. അപ്പോൾ ഇക്വേഷനിലൂടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നതും ആസ് യൂഷ്വൽ മേൽ പറഞ്ഞ രണ്ട് മെത്തേഡിലെയും റിസൾട്ട് പോലെ തന്നെ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കറണ്ട് ഇയർ ഇൻകം ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കാണിക്കേണ്ട എമൗണ്ടിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സോ എങ്ങനെയാണ് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ രേഖപ്പെടുത്തേണ്ട തുക ഇക്വേഷൻ ഫോർമാറ്റിലൂടെ കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ വീണ്ടും അക്കൗണ്ട് ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിലോട്ട് പ്രസന്റ് ചെയ്യുവാണ്. ആ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ഈസി ആയിട്ട് നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. ആസ് യൂഷ്വൽ ബൈ ബാങ്ക് എന്നുള്ള പേരിൽ ഈ വർഷം ടോട്ടൽ എമൗണ്ട് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് റിസീവ് ചെയ്ത തുക റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നും അക്കൗണ്ടിലോട്ട് നമ്മൾ രേഖപ്പെടുത്തി. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സബ്സ്ക്രിപ്ഷൻ എന്നുള്ള എൻട്രിയുടെ പുറത്ത് ദെൻ അതുപോലെ തന്നെ
ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഡേറ്റ് ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി. അതേ ഇനത്തിലുള്ള ക്ലോസിംഗ് ഡേറ്റുള്ള അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഡെബിറ്റ് സൈഡിലും രേഖപ്പെടുത്തി കാണിച്ചു. സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ രേഖപ്പെടുത്തി കംപ്ലീറ്റ് ആക്കി. അല്ലെ, ഇനി നമുക്ക് അക്കൗണ്ടിലൂടെ നമ്മൾ ഫോളോ ചെയ്ത അതേ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. സോ അതിലേക്കായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആയിട്ട് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ളത് തന്നെയാണ് നമ്മുടെ മിസ്സിംഗ് ഫിഗർ എന്ന് പറയുന്നത്. അത് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. ഇക്വേഷൻ ഫോർമാറ്റിലും അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. We have to find out how much of the subscription is to be treated as current year income which is to be transferred to income and expenditure account. So നമുക്ക് സ്റ്റെപ്പ് ഒന്ന് നോക്കാം. അതിനു മുമ്പ് ഇക്വേഷൻ പൂർത്തിയാക്കാനായിട്ട് ഓരോ ഇനങ്ങൾക്കും നമ്മളൊരു ന്യൂമറിക്കൽ അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക്കൽ കോഡ് നൽകുവാണ്. ബൈ ബാങ്ക് എന്ന് രേഖപ്പെടുത്തിയേക്കുന്ന സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയറിനെ നമ്മൾ SR എന്ന് രേഖപ്പെടുത്തി. സോ ഇറ്റ് മീൻസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. ടോട്ടൽ Lumpsum amount of subscription received during the year which is obtained from receipts and payments account. അതിന് നമ്മൾ SR എന്നുള്ള ആൽഫബറ്റ് ഉപയോഗിച്ചു. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റിന് OS അഥവാ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊരു ഷോർട്ട് ഫോമിന്റെ OS ഉപയോഗിച്ചിട്ട് 1 കൂടെ കൊടുത്തു. ദാറ്റ് 1 denotes the opening date and if it is closing date it will be denoted by the figure 2. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ ക്ലോസിംഗ് ഡേറ്റിന് നമ്മൾ കൊടുക്കുന്ന കോഡ് എന്ന് പറയുന്നത് OS2 ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഡേറ്റിന് OS1 കൊടുത്തു. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ ക്ലോസിംഗ് ഡേറ്റിന് OS2 എന്നും രേഖപ്പെടുത്തി. ഇനി നമുക്ക് രേഖപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അലോട്ട് ചെയ്യാനുള്ള രണ്ട് കോഡുകൾ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഡേറ്റിനും അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ഡേറ്റിനുമാണ്. നമുക്ക് നോക്കാം. അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഡേറ്റിന് എങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഗീവ് AS1, that is advanced subscription opening date which denotes 1. So AS1. Then advanced subscription on the closing date we will give the code AS2. So it denotes the closing date advanced subscription balance. So കോഡ് അലോട്ട് ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. അക്കൗണ്ടിലൂടെയും സ്റ്റേറ്റ്മെന്റിലൂടെയും ഫോളോ ചെയ്ത അതേ മെത്തേഡ് ഇവിടെയും നമുക്ക് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇക്വേഷൻ ഈസി ആയിട്ട് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷനായിട്ട് രേഖപ്പെടുത്തേണ്ട ഇൻകമാണ്. സോ അതിന് നമ്മൾ S1 എന്നുള്ള ഒരു കോഡ് അലോട്ട് ചെയ്യാണ്. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഫിഗർ റിലേറ്റിംഗ് ടു S1. അപ്പോൾ S1 എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷൻ ഇൻകം ഓഫ് ദ കറണ്ട് ഇയർ ആണ് നമ്മൾ ഇവിടെ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ കോഡുകൾ കംപ്ലീറ്റ് ആയി. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹൗ S1 ഈസ് ഡിറൈവ്ഡ് ത്രൂ ആൻ ഇക്വേഷൻ. S1 എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. സോ S1 എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. S1 ഈക്വൽസ് സ്റ്റാർട്ടിംഗ് ഫ്രം വെയർ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എമൗണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ന് പറയുന്ന SR എന്ന് പറയുന്ന ഇക്വേഷന്റെ ഒപ്പം we have to add the outstanding subscription on the closing date which is denoted by the equation OS2. So SR plus OS2 അതിൻ്റെ ഒപ്പം അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് advanced subscription on the opening date which is denoted by the code AS1. So ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യേണ്ടത് SR plus OS2 plus AS1 will give the total of 3 figures. അതിൽ നിന്നും we have to deduct the outstanding subscription on the opening date which is denoted by the code OS1. So we have to minus the first item OS1 and then we have to deduct advanced subscription on the closing date which is denoted by the code AS2. ക്ലിയറായല്ലോ. അപ്പോൾ S1 എന്ന് പറയുന്ന കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ ഇൻകം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫോളോ ചെയ്ത ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ ടോട്ടൽ ഡ്യൂറിങ് ദ ഇയർ SRന്റെ ഒപ്പം ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് OS2 ആഡ് ചെയ്തു. അതിനോടൊപ്പം അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് AS1 ആഡ് ചെയ്തു. അതിൽ നിന്നും
മൈനസ് ചെയ്ത രണ്ടിനങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് OS1 അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് AS2 നമ്മൾ ലെസ് ചെയ്തു. സോ ഇക്വേഷൻ നമ്മൾ ഒന്ന് റീറൈറ്റ് ചെയ്യാൻ ശ്രമിക്കുവാണ്. അങ്ങനെ നോക്കുമ്പോൾ S1 ഈക്വൽസ്, ശ്രദ്ധിച്ചു നോക്കിക്കേ, SR പ്ലസ് OS2 പ്ലസ് AS1 മൈനസ് OS1 മൈനസ് AS2. ക്ലിയർ ആയല്ലോ? സോ ഇക്വേഷൻ ഫോർമാറ്റിലൂടെ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ കണ്ടെത്താനുള്ള രീതി എന്ന് പറയുന്നത് ദ ഇക്വേഷൻ ഈസ് S1, ദാറ്റ് ഈസ് സബ്സ്ക്രിപ്ഷൻ ടു ബി റെക്കോർഡഡ് ആസ് കറണ്ട് ഇയർ ഇൻകം. S1 ഈക്വൽസ് SR സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് പ്ലസ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് പ്ലസ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് മൈനസ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓൺ ദ opening date minus advance subscription on the closing date. 1 denotes opening date and 2 denotes closing date. That's all. So this is the equation to be followed for finding out the subscription to be credited to income and expenditure account as the current year income. Subscription നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതും കൂടെ ഒന്ന് നോക്കിപ്പോവാം. ലയബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷനിൽ ഏതൊക്കെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്? അസറ്റ് സൈഡിൽ തീർച്ചയായിട്ടും ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത്. അതിൽ കറണ്ട് ഇയറിലെ ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന തുക നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരുന്നു. കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ കണ്ടെത്തി അതാണ് നമ്മൾ രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. അതിനോടൊപ്പം ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീവിയസ് ഇയറിൻ്റെ ഉണ്ടെങ്കിൽ അതും നമുക്ക് രേഖപ്പെടുത്താം. കഴിഞ്ഞ വർഷം കിട്ടാനുള്ള തുകയിൽ ഈ വർഷം എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിച്ച് ബാക്കി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ആ ഔട്ട്സ്റ്റാൻഡിങ്ങും തീർച്ചയായിട്ടും നമുക്ക് ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീവിയസ് ഇയർ എന്നുള്ള നിലയിൽ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തി കാണിക്കാം. ഇപ്പോൾ നമ്മൾ കാണിച്ചേക്കുന്നത് കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷനും പ്രീവിയസ് ഇയറിലെ കിട്ടാനുള്ള കുടിശ്ശികയിൽ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ചേർത്താണ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് ഇയറും വന്നു, പ്രീവിയസ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തി. ലയബിലിറ്റി സൈഡിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുൻകൂർ മേടിച്ച അഥവാ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന കറണ്ട് ഇയറിലെ ക്ലോസിംഗ് ഡേറ്റിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ള പേരിൽ ബുക്സിൽ രേഖപ്പെടുത്തി കാണുന്ന സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. സോ ഇറ്റ് ബിലോങ്സ് ടു എ ലയബിലിറ്റി ബിക്കോസ് അടുത്ത വർഷത്തെ ഇൻകം നമ്മൾ ഈ വർഷം മുൻകൂർ കൈപ്പറ്റിയേക്കുന്നത് കൊണ്ട് അത് അടുത്ത വർഷത്തെ ഇൻകം ആയിട്ട് രേഖപ്പെടുത്തി കാണിക്കാൻ ഡ്യൂ ആകുന്നത് വരെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തി നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. സോ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് ഡേറ്റിലുള്ളത് ലയബിലിറ്റി സൈഡിലും കാണിക്കണം. കഴിഞ്ഞ വർഷത്തെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൾറെഡി നമ്മൾ ഈ വർഷത്തെ ഇൻകം ആയിട്ട് പരിഗണിച്ചു കഴിഞ്ഞു. ക്ലോസിംഗ് ഡേറ്റിൽ അടുത്ത വർഷത്തേക്കുള്ളത് മുൻകൂർ മേടിച്ചേക്കുന്നത് അടുത്ത വർഷം അത് ഡ്യൂ ആകുന്നത് വരെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടി വരും. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത എൻട്രീസും കൂടി ഒന്ന് പരിശോധിക്കാം, ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഓരോ എൻട്രിയുടെയും അർത്ഥം കൂടി മനസ്സിലാക്കി വെക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അതിനകത്ത് ആദ്യം നമ്മൾ പോസ്റ്റ് ചെയ്ത എൻട്രി ആയിരുന്നു ബൈ ബാങ്ക് അഥവാ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്. ഈ എൻട്രി പോസ്റ്റ് ചെയ്ത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിൽ നിന്നും കറണ്ട് ഇയറിൽ മൊത്തം നമ്മുടെ കയ്യിലോട്ട് സബ്സ്ക്രിപ്ഷൻ വകയിൽ കിട്ടിയ തുക രേഖപ്പെടുത്തിക്കൊണ്ടാണ്. സോ ഈ എൻട്രി സൂചിപ്പിക്കുന്നത് ബാങ്കിൽ അത്രയും തുക വർദ്ധിക്കപ്പെട്ടു. സോ ബാങ്ക് ഈസ് ഗിവൺ ഡെബിറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് ആസ് ആൻ ഇൻകം ഹിയർ. സോ സബ്സ്ക്രിപ്ഷൻ ഇൻകം അത്രയും കൂടി വർദ്ധിച്ചതായിട്ട് നമുക്ക് ഈ എൻട്രിയിൽ നിന്ന് വ്യക്തമാണ്. രണ്ടാമത്തെ എൻട്രി നമ്മൾ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻട്രി ആയിരുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് നിന്നത് നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷനായിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടി വന്നു. അതിൻ്റെ എൻട്രി എന്താണ്? സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്നാണ് അതിൻ്റെ എൻട്രി. ആ എൻട്രിയുടെ അർത്ഥം എന്താണ്? സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നിടത്ത് ഇപ്പോൾ ഡെബിറ്റ് കൊടുത്തു. ദാറ്റ് മീൻസ് ദാറ്റ് ഇൻകം ഷുഡ് ബി ഡിക്രീസ്ഡ് ഓർ റെഡ്യൂസ്ഡ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആസ് ആൻ അസറ്റ് ലാസ്റ്റ് ഇയർ ഷോൺ ഷുഡ് ബി ക്യാൻസൽഡ്. കഴിഞ്ഞ വർഷം അസറ്റായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷനായിട്ട് ക്ലോസിംഗ് ഡേറ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ആ അക്കൗണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുകയും വേണം. സോ അതിനെ നമ്മൾ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. സോ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് കുറയ്ക്കുക, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ആ രീതിയിൽ എൻട്രിയിലൂടെ ക്യാൻസലായി പോവും ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഈ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ. സോ ഇറ്റ് ബിലോങ്സ് ടു ദ പ്രീവിയസ് ഇയർ ആയതുകൊണ്ട് തന്നെയാണ്. അതുപോലെ അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഉള്ള എൻട്രി ആയിരുന്നു ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്. സോ അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കിക്കേ.
ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ആസ് ആൻ അസെറ്റ്. സോ ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദ ന്യൂ ബാലൻസ് ഷീറ്റ് ഓൺ ദ അസെറ്റ് സൈഡ്. സബ്സ്ക്രിപ്ഷൻ ഇൻകം എന്ന് പറയുന്നത് അത്രയും കൂടി ഇൻക്രീസ് ചെയ്യേണ്ടി വരുന്നു. സോ ദാറ്റ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഷുഡ് ബി ഗിവൺ ക്രെഡിറ്റ് ഹിയർ. ഇൻകം ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഇൻകം കൂടി എന്നർത്ഥം. സോ അത്രയും കൂടി നമ്മൾ ഇൻക്രീസ് ചെയ്തായിട്ട് രേഖപ്പെടുത്തി കാണിക്കുന്നു. സോ ദ എൻട്രി ഈസ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്. Outstanding subscription is created as an asset here to be shown on the new balance sheet, and subscription wise income is to be increased by the outstanding subscription of the current year. And the next entry was regarding advance subscription as on the opening date. അതിൻ്റെ എൻട്രി എന്താ? ഇറ്റ്സ് എൻട്രി ഈസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? കഴിഞ്ഞ വർഷത്തെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൻ്റെ ക്ലോസിംഗ് ഡേറ്റിൽ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തിയിരുന്ന ഒരു ഐറ്റമാണ് ഈ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അത് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷനായിട്ട് കണക്കാക്കേണ്ട ഇൻകമാണ്. സോ അതുകൊണ്ട് തന്നെ എൻട്രി എങ്ങനെ വരും? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്. ദാറ്റ് മീൻസ് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷനിൽ അത്രയും കൂടി വർദ്ധിപ്പിച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ ഈ ലയബിലിറ്റി ആയിട്ട് സൂചിപ്പിച്ചിരുന്ന റിസീവ്ഡ് ഇൻ അഡ്വാൻസിനെ വി ഹാവ് ടു ക്യാൻസൽ. സോ ലയബിലിറ്റിയുടെ ക്രെഡിറ്റ് ബാലൻസ് മാറി ലയബിലിറ്റി അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുത്ത് അതിനെ ക്യാൻസൽ ചെയ്യുന്നു. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് ഈ ഇൻകത്തിനെ സബ്സ്ക്രിപ്ഷനോടൊപ്പം നമ്മൾ ഈ വർഷത്തെയായിട്ട് ഉൾക്കൊള്ളിച്ച് കാണിക്കുകയും ചെയ്യുന്നു. So that is subscription income increased, and subscription received in advance, that is liability of the last year, should be cancelled by passing the entry. Clear ആണല്ലോ അല്ലേ? അതുപോലെ നെക്സ്റ്റ് വൺ വാസ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ റിഗാർഡിംഗ് ദ ക്ലോസിംഗ് ഡേറ്റ്. അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്നാണ്. ഈ എൻട്രിയുടെ പ്രസക്തി എന്താണെന്ന് നോക്കിക്കേ. കഴിഞ്ഞ പറഞ്ഞ നമ്മൾ എൻട്രിയുടെ നേരെ വിപരീതമായിട്ട് വരും. ഇവിടെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ ലയബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. സോ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന പുതിയൊരു ലയബിലിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്തു. അത് ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കുകയും വേണം. കൂടാതെ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇൻകത്തിൽ നിന്നും ഡെബിറ്റ് ആസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് ആ ഇൻകത്തിനെ നമ്മൾ കുറയ്ക്കുകയും വേണം. സോ കറണ്ട് ഇയറുടെ സബ്സ്ക്രിപ്ഷനിൽ ഈ എമൗണ്ട് ഡിക്രീസ് ചെയ്യപ്പെടുന്നു. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ലയബിലിറ്റി ആയിട്ട് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസിനെ കറണ്ട് ഇയറിലെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നു. ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു ദ സബ്സ്ക്രിപ്ഷൻ ഇൻകം ടു ദ നെക്സ്റ്റ് ഇയർ വിച്ച് ഈസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. കറണ്ട് ഇയറിൽ അഡ്വാൻസ് മേടിച്ചതായതുകൊണ്ട് അതിനെ അടുത്ത വർഷത്തെ ഇൻകമായിട്ട് പരിഗണിക്കുന്ന അന്ന് വരെ ലയബിലിറ്റി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുകയും വേണം. Subscription account is closed by passing the entry subscription account debtor to income and expenditure account. ഇതിൻ്റെ അർത്ഥം എന്താണ്? സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്ത് അക്കൗണ്ടിലെ ബാലൻസിനെ നേരെ നമ്മുടെ നോമിനൽ അക്കൗണ്ട് ആയിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ എമൗണ്ടിനെയാണ് കറണ്ട് ഇയറിലെ ആക്ച്വൽ സബ്സ്ക്രിപ്ഷനിലെ ഇൻകമായിട്ട് ക്രെഡിറ്റ് ചെയ്ത് അഥവാ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ കാണിക്കുന്നത്. സോ ദിസ് ഈസ് ദ ആക്ച്വൽ ഇൻകം ടു ബി ടേക്കൺ കെയർ ഇൻ വേ ഓഫ് സബ്സ്ക്രിപ്ഷൻ ഓഫ് ദ കറണ്ട് ഇയർ. ഇപ്പോൾ എൻട്രീസിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ രീതിയിലും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. സോ ഇതാണ് എൻട്രീസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്.